ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോഹൻലാൽ ചിത്രമായ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇന്നലെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മമ്മൂട്ടി ഫാൻസുകാർക്ക് മോഹൻലാലിന്റെ ഈ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനും പൃഥ്വിരാജിനുമൊപ്പം ലൂസിഫർ കാണാൻ സാധിച്ച ഭാഗ്യത്തെക്കുറിച്ച് മുഹമ്മദ് അബ്ദുൽ കലാം എന്ന ആരാധകൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയവും വൈറലാവുകയും ചെയ്യുന്നത്. മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പൂർണ്ണരൂപം ഇങ്ങനെ: ഞാൻ ലാലേട്ടന്റെ പേഴ്സണൽ സ്റ്റാഫ് സജീവേട്ടനോടൊപ്പമാണ് ലൂസിഫർ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ ലാലേട്ടനും സംവിധായകൻ പൃഥ്വിരാജും ടോവിനെയും ആന്റണി ചേട്ടനും ഇരുന്ന വരിയുടെ തൊട്ടു പിന്നിലിരുന്ന് ലൂസിഫർ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒടുവിൽ സിനിമ ആരംഭിച്ചു. തൊണ്ടകീറി പൊളിച്ച് ഇടിയൊക്കെ കൊണ്ട് ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആദ്യ ദിനം കണ്ടിരുന്ന ഞാൻ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ അവരുടെ രണ്ടുപേരുടെയും തൊട്ടുപിന്നിലിരുന്ന് കാണുന്നു എന്ന ഭാഗ്യം. എന്റെ ഈ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ സ്വപ്നം എന്ന വാക്ക് ഒന്നുമല്ലാതെ ആയിപ്പോയി എന്നൊക്കെ പറയാവുന്ന ഒരു നിമിഷം എന്റെ തൊട്ടുമുന്നിൽ സംഭവിക്കുന്നു. സിനിമയിലെ ഓരോ രോമാഞ്ചിഫിക്കേഷൻ സീൻ വരുമ്പോഴും അറിയാതെ എന്റെ കണ്ണ് അടുത്തിരിക്കുന്ന നായക നടനിലും സംവിധായകനിലും പോയി ഉടക്കി നിൽക്കും. പ്രേക്ഷകരുടെ ആരവങ്ങളോട് അവരുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് അറിയാനുള്ള എന്റെ കൗതുകം കൊണ്ടാകും ചിലപ്പോൾ അത്. വിന്റേജ് ലാലേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന പല ഡയലോഗുകളും മാനറിസങ്ങളും സിനിമയിലുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടായ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആരവത്തിനിടയിൽ ഞാൻ ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിരുന്നു. എനിക്ക് ലാലേട്ടന്റെ മുഖത്ത് വലിയ സന്തോഷവും. സംവിധാനം പൃഥ്വിരാജ് എന്ന് എഴുതി കാണിച്ച നിമിഷം തിയേറ്ററിലുണ്ടായ ആ കയ്യടിൽ പൃഥ്വിരാജിന്റെ മുഖത്ത് വന്ന ആ വികാരം വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഒരു ഫാൻ ബോയെ പോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ആന്റണി ചേട്ടനെയും ഞാൻ കണ്ടു. സിനിമയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലാലേട്ടൻ രാജുവിന്റെ കൈപിടിച്ച ആ നിമിഷം എന്റെ ഹൃദയത്തിലെ ക്യാമറയിൽ എന്നും സൂക്ഷിച്ചു വെക്കും. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ റിവ്യൂകൾ ഇതിനോടകം ഒരുപാട് വന്നിട്ടുണ്ടാകാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, അടുത്ത കാലത്ത് ലാലേട്ടനെ ഇത്രത്തോളം ഉപയോഗിച്ച് വിജയിച്ച മറ്റൊരു സംവിധായകൻ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു നടനും അദ്ദേഹത്തെ ജ്യേഷ്ഠതുല്യനായും അതിലുപരി അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധകനായും കാണുന്ന മറ്റൊരു യുവ സൂപ്പർ താരവും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിച്ചത് എന്റെ പുണ്യമായി ഞാൻ കരുതുന്നു എന്നും മുഹമ്മദ് അബ്ദുൽ കലാം ഫേസ്ബുക്കിൽ കുറിച്ചു. തമിഴ് രജനീകാന്തിന് കാല എന്ന സിനിമ എങ്ങനെയാണോ അതുപോലെയായിരിക്കും മോഹൻലാലിന് ലൂസിഫർ എന്നും പല ആരാധകരും കുറിക്കുന്നുണ്ട്. നിങ്ങൾ ലൂസിഫർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ പങ്കുവയ്ക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.